അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. Ashwin as well as his parents know how well I treat them and how much I have done for their family business. അതല്ല ഉദ്ദേശം. ഇതാണ് സത്യം പറഞ്ഞ അല്പത്തരം എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്പത്തരമല്ലേ? അല്പത്തരം. അശ്വിൻ എന്ന് പറയുന്നത് ആരാണ്? നിങ്ങളുടെ ഭർത്താവാണ്. അതിനോട് പ്രസക്തിയില്ല. ധർമ്മത്തിന് ധർമ്മണ്ണ എന്നു தெரியாதுங்க മാഡം. അശ്വിന്റെ ഫാമിലിയും നിങ്ങളുടെ കുടുംബമാണ് അല്ലേ? പറഞ്ഞു കൊടുക്ക്, ഇവളുടെ തലമണ്ട കയറട്ടെ. അപ്പൊ ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു സേ ഇറ്റ് ഇൻ പബ്ലിക്. അതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആണല്ലോ, എങ്കിൽ പിന്നെ പറയണ്ട. അഹങ്കാരി. അശ്വിന്റെ ഫാമിലിക്ക്, അശ്വിന്റെ ബിസിനസ്, അശ്വിന്റെ ഫാമിലി ബിസിനസിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര അഹങ്കാരമായിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പെണ്ണ ഇവള്? നിനക്ക് തെറ്റി. അത് പെണ്ണല്ല, ആണിന്റെ ജന്മ. അല്ല, പെണ്ണുങ്ങളെ ഇത്ര കറാമ്പറപ്പ് പാടില്ല. അത് ശരിയാ. സ്വന്തം ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇത്ര പബ്ലിക്കിൽ വിളിച്ചു പറയേണ്ട ആവശ്യം എന്തോ? ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ഓരോ നല്ല കാര്യങ്ങളൊക്കെ ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് നീ നിനക്കൊരു പറ്റുബുക്ക് വെക്കണ്ടെന്നുള്ള കാര്യം ചേട്ടാ അറിഞ്ഞില്ല കേട്ടാ. വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും കൃത്യം കണക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇരിക്കണം? ഇവർ വന്നിരുന്ന് ഒരു അവസരം കിട്ടിയപ്പോൾ അത് വിളിച്ചു പറയാന്ന് പറയുന്നത് ഇതിലും വലിയ നാണക്കേടുണ്ടോ? ഞാനാണ് വിധിയായത്. ഞാൻ അശ്വിനെ സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളുടേതാ പറയാനുള്ളത്. നിനക്കിതൊക്കെ ഒന്ന് പറഞ്ഞ് തിരുത്തിക്കൂടെ? എല്ലാത്തിനും ഇങ്ങനെ വായും പൂട്ടി മിണ്ടായിരുന്നു ഓ ബ്ര എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതിലും ഭേദം ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഇത്രയും കാലം ഞാൻ സഹിച്ചതാ, ക്ഷമിച്ചതാ, ഈ വീട് സമാധാനം കിട്ടാൻ വേണ്ടി മാത്രം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.